എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന എക്കണോമിക്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എക്കണോമിക്സിന്റെ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ ഉപഭോക്തൃ സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. ചോദനം. ഡിമാൻഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ ചോദനം എന്നാണ്. എന്താണ് ഡിമാൻഡ്? ഡിസയർ ടു പർച്ചേസ്, അതായത് നിശ്ചിത വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും, ഒരു കമ്പോളത്തിലെ നിലവിലുള്ള വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാനുള്ള ഒരു ഉപഭോക്താവിന്റെ സന്നദ്ധത അല്ലെങ്കിൽ ആഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് ചോദനം എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് കമ്പോളത്തിൽ ചെന്ന് നമുക്ക് ആഗ്രഹം തോന്നുകയാണ്, ഒരു സാധനം വാങ്ങിക്കണം എന്ന് ആഗ്രഹം തോന്നുകയാണ്. അപ്പൊ ആ കമ്പോളത്തിൽ നിലവിലുള്ള വിലയ്ക്ക് നമ്മൾ അത് വാങ്ങിക്കുവാൻ തയ്യാറാകുന്നു. അതിനെയാണ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യക്തിഗത ഡിമാൻഡ് അല്ലെങ്കിൽ വ്യക്തിഗത ചോദനം. വ്യക്തിഗത ചോദനം എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു നിശ്ചിത കാലഘട്ടത്ത് ഒരു കമ്പോളത്തിൽ നിലവിലുള്ള വിലയ്ക്ക്, ഒരു നിശ്ചിത വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും ഒരു വ്യക്തി വാങ്ങിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നിശ്ചിത വില കൊടുത്ത് വ്യക്തി വാങ്ങിക്കുന്നതിനെയാണ് വ്യക്തിഗത ചോദനം എന്ന് പറയുന്നത്. എന്താണ് വ്യക്തിഗത ചോദനം? ഒരു നിശ്ചിത കാലഘട്ടത്ത് ഒരു നിശ്ചിത വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുവാൻ തയ്യാറാവുന്നതിനെയാണ് വ്യക്തിഗത ചോദനം. അത് ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചോദനമാണെങ്കിൽ, അതുപോലെ ഒരുപാട് വ്യക്തികളുടെ ചോദനം ചേർന്നതാണ് കമ്പോള ചോദനം. സിമ്പിൾ ആണ്. കമ്പോള ചോദനം പറഞ്ഞാല് ഈ വ്യക്തിഗത ചോദനങ്ങൾ എല്ലാം കൂടി ചേർന്നതാണ് കമ്പോള ചോദനം എന്ന് പറയുന്നത്. എന്താണ് മനസ്സിലായോ? ഡിമാൻഡ് എന്ന് പറഞ്ഞാല് എന്താണ്? അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുവാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ തയ്യാറാകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യക്തിഗത ചോദനം എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് സാധനങ്ങളും സേവനങ്ങളും കമ്പോളത്തിൽ നിന്നും വാങ്ങുവാൻ തയ്യാറാകുന്നതിനെയാണ് വ്യക്തിഗത ചോദനം. ഈ വ്യക്തിഗത ചോദനം എല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? കമ്പോള ചോദനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ വന്നത് ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദന ധർമ്മം. ഒന്നുകൂടി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചോദന ധർമ്മം എന്താണ്? ഈ ചോദന ധർമ്മം എന്ന് പറഞ്ഞാല് ചോദനവും ചോദനത്തെ നിർണയിക്കുന്ന ഘടകവും തമ്മിലുള്ള ബന്ധത്തെയാണ് പ്രവർത്തനാത്മകമായിട്ടുള്ള ഒരു ബന്ധത്തിനെയാണ് ചോദന ധർമ്മം എന്ന് പറയുന്നത്. ഡിമാൻഡും അല്ലെങ്കിൽ ചോദനവും ചോദനത്തെ നിർണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള പ്രവർത്തനാത്മകമായിട്ടുള്ള ഒരു ബന്ധമാണ് ചോദന ധർമ്മം എന്ന് പറയുന്നത്. അത് ഡിമാൻഡ് നിർണയിക്കുന്ന ഘടകം തമ്മിലുള്ള പ്രവർത്തനാത്മകമായിട്ടുള്ള ഒരു ബന്ധമാണ് ചോദന ധർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്ത് പഠിക്കാമെന്ന് ലോ ഓഫ് ഡിമാൻഡ്. ചോദന നിയമം. ചോദന നിയമം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ആരാണ് ചോദന നിയമം ആവിഷ്കരിച്ചത്? ആൽഫ്രഡ് മാർഷലാണ്. മറ്റു ഘടകങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ചോദനവും വിലയും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലാണെന്ന് പറയുന്ന ഒരു നിയമമാണ്. അതാണ് ചോദന നിയമം എന്ന് പറയുന്നത്. ഡിമാൻഡിനെ നിർണയിക്കുന്ന അല്ലെങ്കിൽ ചോദനത്തെ നിർണയിക്കുന്ന മറ്റു ഘടകങ്ങൾ, ചോദനത്തെ നിർണയിക്കുന്ന
മറ്റു ഘടകങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ചോദനവും വിലയും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം എന്ന് പറയുന്നത്. എന്താണ് വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം? എന്താണ് വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം? ഡിമാൻഡ് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതായത് വില കൂടുകയാണ്, ഏരോ മാർക്കിൽ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതായത് മറ്റു ഘടകങ്ങൾ, ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? നമുക്കൊരു സാധനം വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നാനുണ്ടായ പ്രധാന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് ഡിമാൻഡ് ഉണ്ടാക്കാൻ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? വരുമാനം, ഇൻകം ഓഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. സെക്കൻഡ് വൺ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. തേർഡ് വൺ മറ്റു അനുബന്ധ വസ്തുക്കളുടെ വില. ഫോർത്ത് വൺ അഭിരുചി. ഇതൊക്കെയാണ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകം. അങ്ങനെയാണെങ്കിൽ ഈ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം എന്താ പറയുന്നത്? മറ്റു ഘടകങ്ങളായിട്ടുള്ള വരുമാനം, അഭിരുചി, മറ്റു അനുബന്ധ വസ്തുക്കളുടെ വില തുടങ്ങിയ ഈ മറ്റു ഘടകങ്ങളിൽ മാറ്റം ഉണ്ടാകില്ല. ആ സമയത്ത് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ഇൻകം കൂടാനോ കുറയാനോ പാടില്ല, നമ്മുടെ ഫാഷൻ മാറാൻ പാടില്ല. അങ്ങനെ തുടരുകയാണെങ്കിൽ വിലയും ചോദനവും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലാണ്. ഇതാണ് ചോദന നിയമം പറയുന്നത്. ആൽഫ്രഡ് മാർഷലാണ് ചോദന നിയമം കൊണ്ടുവന്നത്. മനസ്സിലായോ? അതായത് മറ്റു അനുബന്ധ ഘടകങ്ങളായിട്ടുള്ള വരുമാനം, മറ്റു വസ്തുക്കളുടെ വില, അതുപോലെ അഭിരുചി തുടങ്ങിയ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലേക്ക്. എന്താണ് വിലയും ഡിമാൻഡും? ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഒരു ഡയഗ്രാം വെച്ചേക്കാം. ഇത് എക്സ് ആക്സിസ് ആണ്, താഴെ എക്സ് ആക്സിസ്, മുകളിൽ വൈ ആക്സിസ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ക്വാണ്ടിറ്റി, ഇവിടെ പ്രൈസ്, വില. കമ്പോളത്തിൽ നിലവിലുള്ള പ്രൈസും നിലവിലുള്ള ക്വാണ്ടിറ്റി. എപ്പോഴും ഒരു നിശ്ചിത അളവ് സാധനം വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും. ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ആ സാധനത്തിന് നിശ്ചിത വില കമ്പോളത്തിൽ എപ്പോഴും ഉണ്ടാവും. അതിന് നിർമ്മിക്കുന്ന ഒരു ഡിമാൻഡ് എപ്പോഴും ഉണ്ടാവും. കമ്പോളത്തിൽ നിലവിലുള്ള വില, കമ്പോളത്തിൽ നിലവിലുള്ള ഡിമാൻഡ്. ഇതൊരു ഡിമാൻഡ് കർവാണ്. നോക്കൂ, വില പിയിൽ നിന്നും P1 ആയി കുറഞ്ഞു എന്ന് വിചാരിക്കുക. വില പിയിൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞാല് നോക്കൂ, ക്വാണ്ടിറ്റി ഡിമാൻഡ് കർവ് താഴോട്ടല്ലേ പോണത്. ക്യൂവിൽ നിന്നും Q1 ആയിട്ട് കൂടും. വില കുറഞ്ഞാല് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. വില പിയിൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞാല് ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്നും Q1 ആയിട്ട് കൂടും. ഇനി സപ്പോസ് വില പിയിൽ നിന്നും നിലവിലുള്ള കമ്പോള വിലയിൽ നിന്നും P2 ആയിട്ട് കൂടിയെന്ന് വിചാരിക്കൂ. P2 ആയിട്ട് കൂടിയെന്ന്, അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്നും Q2 ആയിട്ട് കുറയും. വില കൂടുമ്പോ വില പിയിൽ നിന്നും P2 ആയിട്ട് കൂടുമ്പോ ക്യൂവിൽ നിന്നും Q2 ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഇതാണ് മറ്റു അനുബന്ധ മറ്റു ഘടകങ്ങൾ. വരുമാനം, അഭിരുചി തുടങ്ങിയ മറ്റു ഘടകങ്ങൾ മാറാൻ പാടില്ല, അത് അതേപോലെ തുടരണം. അങ്ങനെയാണെങ്കിൽ ചോദനവും വിലയും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലായിരിക്കും. അതാണ് ചോദന നിയമം എന്ന് പറയും.
വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ടാണ് ഈ വക്രവിലെ ഡിമാൻഡ് കർവ് മുകളിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് ചെരിഞ്ഞ് താഴോട്ടുള്ള വക്രമായിട്ടാണ് കാണുന്നത്. ഓപ്പോസിറ്റ് അല്ലേ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അങ്ങനെയുള്ള ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഡിമാൻഡ് കർവ് താഴോട്ട് ചെന്ന് കിടക്കുന്ന ഒരു വക്രം കൂടിയാണ്. ആയതിനാൽ ഇതൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഈ ഡിമാൻഡ് കർവ് താഴോട്ട് ചെരിഞ്ഞ് പോകാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് വിലപ്രഭാവം, രണ്ട് വരുമാന പ്രഭാവം, മൂന്ന് പ്രതിസ്ഥാപന പ്രഭാവം. എന്താണ് വിലപ്രഭാവം? വിലയിലുണ്ടാവുന്ന മാറ്റം ചോദനത്തിന്റെ അല്ലെങ്കിൽ ഡിമാൻഡിന്റെ അളവിൽ മാറ്റം ഉണ്ടാകുന്നു. വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ചോദനത്തിൽ അത് പ്രതിഫലിക്കുന്നു. അതാണ് വിലപ്രഭാവം. വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ചോദനത്തിലെ മാറ്റം ഉളവാക്കുന്നു. അതിനെയാണ് വിലപ്രഭാവം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വിലപ്രഭാവം? വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഇതാണ് വിലപ്രഭാവം എന്ന് പറയുന്നത്. വരുമാന പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡില് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിനെയാണ് വരുമാന പ്രഭാവം എന്ന് പറയുന്നത്. വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ഇല്ലേ? നമ്മുടെ കയ്യിൽ പൈസ കൂടുമ്പോൾ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നതിന്റെ അളവ് കൂടും. വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അതിനെയാണ് വരുമാന പ്രഭാവം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിസ്ഥാപന പ്രഭാവം, പ്രതിസ്ഥാപനം പറഞ്ഞാൽ എന്താണ്? ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുക. ഒരു ഉൽപ്പന്നത്തിന് പകരം മറ്റൊരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് പ്രതിസ്ഥാപനം എന്ന് പറയുന്നത്. ചായക്ക് പകരം കോഫി, ചെരുപ്പിന് പകരം ഷൂവ്, കാറിന് പകരം ബൈക്ക്, സൈക്കിളിന് പകരം കാറ്, ഫ്ലൈറ്റിന് പകരം എന്താ പറയാ ട്രെയിനിന് പകരം ഫ്ലൈറ്റ്, അതുപോലെ റോഡിന് പകരം റെയിൽവേ. അങ്ങനെ ഒന്നിന് പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പ്രതിസ്ഥാപന പ്രഭാവം. ഈ പ്രതിസ്ഥാപന പ്രഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ആ സാധനത്തിന്റെ ഡിമാൻഡിലല്ല, വേറൊരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിലാണ് മാറ്റം ഉണ്ടാക്കുക. ഉദാഹരണം, നമ്മൾ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ബസ്സാണ് അധികം ചൂസ് ചെയ്യാറ്, അല്ലെ ട്രെയിനാണ് അധികം ചൂസ് ചെയ്യാറ്. ഇപ്പൊ ട്രെയിനിന് അതിന്റെ ടിക്കറ്റ് വില കുറവായതുകൊണ്ടായിരിക്കാം, പക്ഷെ പ്രോഫിറ്റബിൾ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്യുന്നത്. ഇന്നാളെ ഈ ഇടയ്ക്ക് ട്രെയിന് വളരെയധികം എന്താ പറയാ വില കൂടുതലാണ്. ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ ഒക്കെ കൂട്ടി. അപ്പൊ അതിനുപകരം അവരെന്താ ചെയ്യാ? ആ ട്രെയിൻ ടിക്കറ്റിന്റെ റിസർവേഷൻ ടിക്കറ്റ് കൂട്ടിയത് കാരണം, അതിന്റെ വില കൂടിയത് കാരണം ബസ്സിന്റെ ഡിമാൻഡ്, ബസ്സിലേക്ക് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തു, ബസ്സിൽ പോവാൻ തയ്യാറായി. അപ്പൊ അതുകൊണ്ട് ബസ്സിന്റെ ഡിമാൻഡ്. അപ്പൊ ഒരു സാധനത്തിന് വിലയിൽ ഉണ്ടാകുന്ന മാറ്റം വേറൊരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രതിസ്ഥാപന പ്രഭാവം. ഈ മൂന്നെണ്ണമാണ് എന്തിന് കാരണം? ഈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനായിട്ട് കാരണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന് ഞാൻ അത് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്പനി, ഉൽപ്പന്നത്തിന്റെ വില. ചോദനത്തിൽ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഉൽപ്പന്നത്തിന്റെ വില ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതായത് വില കൂടുമ്പോൾ ചോദനം കുറയുന്നു, വില കുറയുമ്പോൾ ചോദനം കൂടുന്നു. അതാണ് വിലയും ചോദനവും തമ്മിലുള്ള ബന്ധം. അപ്പോ ഈ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ട്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. എങ്ങനെയാണ് ഈ ഉപഭോക്താവിന്റെ വരുമാനം ഡിമാൻഡിനെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ, വരുമാനം കൂടിയാൽ എന്താ സംഭവിക്കുക? വരുമാനം കൂടിയാല് ഡിമാൻഡ് സാധാരണ കൂടും, വരുമാനം കുറഞ്ഞാൽ ഡിമാൻഡ് സാധാരണ കുറയും. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ വസ്തുക്കളിലും വരുമാനം കൂടിയാൽ ഡിമാൻഡ് കൂടണമെന്നോ
വരുമാനം കുറഞ്ഞാൽ ഡിമാൻഡ് കുറയണമെന്നോ സാധ്യതയില്ല. എല്ലാ വസ്തുക്കളിലും അത് ഉണ്ടാവണമെന്ന യാതൊരു സാധ്യതയുമില്ല. ചില വസ്തുക്കൾ, അങ്ങനെ പലതരം വസ്തുക്കളുണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരാം. സാധാരണ വസ്തുക്കൾ, നോർമൽ ഗുഡ്സ്. സാധാരണ വസ്തുക്കൾ എന്താ സംഭവിക്കുക? ഷർട്ട്, തുണിത്തരങ്ങള്, TV, റെഫ്രിജറേറ്റർ, അങ്ങനെയുള്ള സാധാരണ വസ്തുക്കൾ. വരുമാനം കൂടുമ്പോ ഇൻകം എഫക്റ്റ് ആണ്. ഇൻകം എഫക്റ്റ് അല്ലെങ്കിൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എങ്ങനെയാണ് സാധാരണ വസ്തുക്കളെ ബാധിക്കുന്നത്? ഈ ഇൻകം എഫക്റ്റ് അല്ലെങ്കിൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ് ഡിമാൻഡിൽ എങ്ങനെ സ്വാധീനം ഉളവാക്കുന്നു എന്നത് ചില സാധനങ്ങളുടെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. പലതരം സാധനങ്ങളുണ്ട്. ഒന്നാമത് സാധാരണ സാധനങ്ങൾ, നോർമൽ വസ്തുക്കൾ, അതായത് TV, റെഫ്രിജറേറ്റർ പോലുള്ള നോർമൽ വസ്തുക്കൾ. പണ്ടൊക്കെ തന്നെ ഇല്ലേ നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ് ഉപയോഗിച്ചിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റേഡിയോ, ടേപ്പ് റെക്കോർഡറൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, റേഡിയോ ഒക്കെ. ഇന്ന് റേഡിയോ ഒന്നും അല്ലല്ലോ. റേഡിയോ ഒക്കെ പോയി, ടേപ്പ് റെക്കോർഡറും പോയി. ഇപ്പൊ എല്ലാ മാറ്റങ്ങളും വന്നു. CD, DVD ഒക്കെ മാറ്റങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു അല്ലേ. അപ്പോ സാധാരണ വസ്തുക്കളുടെ കാര്യത്തിൽ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. ടിവിയുടെ കാര്യം പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ് ഉപയോഗിച്ചതെന്ന് വെച്ചോളൂ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് അത്ര കളർ TV വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. പെട്ടെന്ന് വരുമാനം കൂടി ലോട്ടറി അടിച്ചു എന്നുവെച്ചാൽ അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടി കളർ TV വാങ്ങിക്കും. അപ്പൊ ഇത്ര സാധാരണ വസ്തുക്കളുടെ കാര്യങ്ങളില് വരുമാനം കൂടുമ്പോ ഡിമാൻഡ് കൂടും. റെഫ്രിജറേറ്റർ പൈസ ഇല്ലാത്ത സമയത്ത് വാങ്ങിക്കില്ല. അതേസമയം നല്ല പൈസയൊക്കെ വന്നാൽ നമ്മൾ AC, റെഫ്രിജറേറ്റർ ഒക്കെ നല്ല രീതിയിൽ നമ്മളെ വമ്പൻ സെറ്റപ്പിലേക്ക് മാറും. അപ്പോ വരുമാനം കൂടിയാല് ഡിമാൻഡ് കൂടുകയും വരുമാനം കുറഞ്ഞാല് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? സാധാരണ വസ്തുക്കൾ. പൈസ ഇല്ലാത്ത സമയത്ത് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മുടെ പൈസയൊക്കെ വന്നു എന്ന് പറഞ്ഞാല് വരുമാനം കൂടി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ പാൻസിലൊക്കെ വളരെയധികം ഫാഷനബിൾ ആയിട്ട് മാറും. അപ്പൊ വരുമാനം കൂടുമ്പോ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന വസ്തുക്കളാണ് സാധാരണ വസ്തുക്കൾ. ഈ സാധാരണ വസ്തുക്കളുടെ കാര്യത്തില് വരുമാന പ്രഭാവം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. വരുമാനം കൂടുമ്പോ ഡിമാൻഡ് കൂടുന്നു, വരുമാനം കുറയുമ്പോ ഡിമാൻഡ് കുറയുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ വസ്തുക്കൾ, ഇൻഫീരിയർ ഗുഡ്സ്. ഇതിന് പറയുന്ന പേരാണ് തരം താഴ്ന്ന വസ്തുക്കൾ. തരം താഴ്ന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാല് വരുമാനം നമ്മളിപ്പോ ഒരു ഉദാഹരണം, പണ്ടൊക്കെ വരുമാനം ഇല്ലാത്ത സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാർ, കർഷകന്മാര് ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത് കഞ്ഞിയും കപ്പയൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്കാർ ജോലിയൊക്കെ നല്ല രീതിയിലായി, നല്ല സെറ്റപ്പിലായി, വിദ്യാഭ്യാസം നേടി, ആൾക്കാർക്കൊക്കെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ കഞ്ഞിയും കപ്പയാണോ ഇപ്പൊ കുടിക്കുന്നത്? അല്ല. അന്നത്തെ ഡെയിലി ആഹാരം അവരുടെ കഞ്ഞിയും കപ്പയായിരുന്നു. പക്ഷെ വരുമാനമൊക്കെ വർദ്ധിച്ചപ്പോ കുറച്ചുകൂടി വീട്ടിൽ ബിരിയാണി വെക്കും, അതുപോലെ തന്നെ നമ്മുടെ സെറ്റപ്പ് ഒക്കെ മാറും. അതുപോലെ തന്നെ പണ്ട് വിറകൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്തിരുന്നത്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് ഇത്തരം സാധനങ്ങളുടെ സ്വഭാവം മാറുന്നത്. വിറകൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മള് പാചകം ചെയ്തത് പണ്ട്. എന്തുകൊണ്ടാണ്? അന്ന് വരുമാനം കുറവ്. പക്ഷെ വരുമാനം കൂടുന്തോറും പിന്നെ എന്തായി സംഭവിച്ചു? ഗ്യാസ് അടുപ്പിലേക്ക് മാറി, LPG മാറി, ഇപ്പൊ മൈക്രോവേവ് കുക്ക് വരെ ഉപയോഗിക്കുന്നു. അപ്പോ വരുമാനം കൂടുമ്പോ ഡിമാൻഡ് കുറയും. വരുമാനം കൂടി, അപ്പൊ ഈ വിറക് വേണ്ട, മണ്ണെണ്ണ വേണ്ട, കഞ്ഞിക്കപ്പ വേണ്ട, കഞ്ഞിക്കപ്പയുടെ ഒക്കെ ഡിമാൻഡ് കുറഞ്ഞു. വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന വസ്തുക്കളാണ് തരം താഴ്ന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ്. വരുമാനം കൂടുമ്പോൾ ആ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ല, അതിന്റെ ഡിമാൻഡ് കുറയും, ചോദനം കുറയും. അതേസമയം വരുമാനം കുറയുമ്പോൾ
ഡിമാൻഡ് കൂടും. അത്തരത്തിലുള്ള സാധനങ്ങളാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എന്തിനു കാരണമാകുന്ന ഡിമാൻഡ് സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ് ആഡംബര വസ്തുക്കൾ. എന്തിനാണ് ഈ ആഡംബര വസ്തുക്കൾ എന്ന് പറഞ്ഞാല്? നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് നല്ല നെക്ലസ്, ജ്വല്ലറി, നല്ല ഷൂസ്, നല്ല വസ്ത്രങ്ങള്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട്. അതൊക്കെ വില കൂടുതലായിട്ടാണ് നമ്മൾ വാങ്ങിക്കാറ്. ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മള് ആഡംബരം കാണിക്കാം. ബെൻസ് കാറ്, ഇതൊക്കെ തന്നെ വില കൂടുതലായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മള് വില കൂടുതലാണെങ്കിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. സ്വർണം, വജ്രം, നെക്ലസ് അതൊക്കെ വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? വില കൂടുതലായതുകൊണ്ടാണ്. ഷൈൻ ചെയ്യാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ആഡംബരം കാണിക്കാൻ. ബെൻസ് കാറ്, അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കളാണ് ആഡംബര വസ്തുക്കൾ. അതായത് വില കൂടുന്ന ഇത്. വരുമാനം കൂടുമ്പോ ഇത്തരം വസ്തുക്കളുടെ ഡിമാൻഡ് കൂടും, വരുമാനം കുറയുമ്പോ ഇത്തരം വസ്തുക്കളുടെ ഡിമാൻഡ് കുറയും. അപ്പോ വരുമാന പ്രഭാവം എന്ന് പറഞ്ഞാല് അത് ഓരോ വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. സാധാരണ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും അല്ലെങ്കിൽ ചോദനം കൂടുകയും, വരുമാനം കുറയുമ്പോൾ ചോദനം കുറയുകയും ചെയ്യുന്നു. പക്ഷെ അത് ഓരോ വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലതരം വസ്തുക്കളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സാധാരണ വസ്തുക്കള്, ഇൻഫീരിയർ ഗുഡ്സ്, അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ. സാധാരണ വസ്തുക്കൾ എന്ന് പറഞ്ഞാല് വരുമാനം കൂടുമ്പോ ഡിമാൻഡ് കൂടുന്നു, വരുമാനം കുറയുമ്പോ ഡിമാൻഡ് കുറയുന്നു. തരംതാഴ്ന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാല് നമുക്ക് വരുമാനം കൂടിയാല് അത് ഉപയോഗിക്കാൻ നമുക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. കുറച്ചുകൂടി നല്ല ഒരു വസ്തുക്കളെ ഉപയോഗിക്കാൻ താല്പര്യം കാണും. ഞാൻ പറഞ്ഞ പോലെ പണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നത് കഞ്ഞിയും കപ്പിയും ആണെങ്കിൽ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഒക്കെ ആയാല് നമ്മൾ കഞ്ഞിയും കപ്പിയും കഴിക്കാൻ വിമുഖത കാണിക്കും. അതിനേക്കാളും നമ്മൾ നല്ല ന്യൂഡിൽസോ, വെസ്റ്റേൺ ഫുഡോ, ചൈനീസ് ന്യൂഡിൽസോ, ചൈനീസ് ഫുഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. വെറൈറ്റീസ് ഉള്ള ഡിഷസ് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ എന്താ പറയാ, തരംതാഴ്ന്ന വസ്തുക്കളുടെ കാര്യത്തിൽ എന്താണ്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. മനസ്സിലായോ? ആഡംബര വസ്തുക്കളാണെങ്കിൽ നമ്മൾ പുറത്ത് ആഡംബരത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് എന്ത് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്. ആയതിനാൽ ഈ ആഡംബര വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. ഇനി അടുത്തത് മറ്റ് അനുബന്ധ വസ്തുക്കൾ. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ് മറ്റ് അനുബന്ധ വസ്തുക്കൾ. അങ്ങനെ രണ്ടു തരം വസ്തുക്കളുണ്ട്. പ്രതിസ്ഥാപനം, സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. പ്രതിസ്ഥാപന വസ്തുക്കൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിസ്ഥാപന വസ്തുക്കൾ എന്നും കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂരക വസ്തുക്കൾ എന്നും പറയും. പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും. എന്താണ് ഈ പ്രതിസ്ഥാപന വസ്തുക്കൾ? ഒന്നിനു പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ. ഒന്നിനു പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ. കോംപ്ലിമെന്ററി അല്ലെങ്കിൽ പൂരക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഒന്നിന് പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സ് അല്ലെങ്കിൽ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാല് എന്താണെന്ന് വെച്ചാല് ശ്രദ്ധിച്ചോളാം. ഒരു വസ്തുവിന്റെ വില വേറൊരു വസ്തുവിന്റെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചായയും കോഫിയും. ചായയുടെ വില കൂടിയാൽ നമ്മൾ എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? കോഫിയിലേക്ക് മാറും. ഹോർലിക്സും ബൂസ്റ്റും പാലും കോഫിയും ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റും. ചെരുപ്പും ഷൂവും, ബസ്സും കാറും, കാറും ബൈക്കും, ട്രെയിനും ബസ്സും, അങ്ങനെ ഒന്നിനു പകരം മറ്റൊന്നായിട്ട് ഏതിനാണ് വില കൂടുന്നത് അത് ഉപയോഗിച്ചിട്ട് വേറെ സാധനം നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഒരു സാധനത്തിന്റെ വില വേറെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിനെ ബാധിക്കുന്നു. അത്തരത്തിലുള്ള സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാല് ഒന്നിനോടൊപ്പം
ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. പെന്നും മഷിയും. ഒരു പെന്നില് നമുക്ക് മഷി ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ മഷിയുടെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ, മഷിയുടെ വില കൂടിയാൽ പെന്നിന്റെ ഡിമാൻഡ് കുറയും. കാറും പെട്രോളിന് വില കൂടിയാൽ കാറിന്റെ ഡിമാൻഡ് കുറയും, കാർ വാങ്ങിക്കുന്ന എണ്ണം കുറയും. അങ്ങനെയുള്ള സാധനങ്ങളാണ് പൂരക വസ്തുക്കൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഡിമാൻഡ് നിശ്ചയിക്കുന്ന അവസാനത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫാഷൻ അഭിരുചി. ഫാഷനാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പലതരം ഫാഷനാണ്. ആ ഫാഷൻ അനുസരിച്ച് നമ്മൾ സാധനം വാങ്ങിക്കാൻ തയ്യാറാവും. അപ്പോ ഫാഷൻ എന്ന് പറയുന്നത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ്. ഇത്രയും കാര്യമാണ് ഇതിൽ പഠിച്ചത്. ശ്രദ്ധിച്ചോളാം. ഡിമാൻഡ് എന്ന് പറഞ്ഞാല് വാങ്ങിക്കാനുള്ള ആഗ്രഹം, ഒരു നിശ്ചിത വില കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ സന്നദ്ധതയാണ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്ന് പറയുന്നത്. വ്യക്തിഗത ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് നിലവിലുള്ള വിലക്ക്, കമ്പോളത്തിൽ നിലവിലുള്ള വിലക്ക് ഒരു നിശ്ചിത സമയത്തിന് സാധനങ്ങളും സേവനങ്ങളും വില കൊടുത്ത് വാങ്ങുന്നതിനെയാണ് വ്യക്തിഗത ചോദനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ ചോദനം എല്ലാം കൂടി ചേർന്നാണ് എന്തെന്ന് പറയുന്നത്? കമ്പോള ചോദനം എന്ന് നമ്മൾ പറയാനായിട്ട് സാധിക്കും. ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചോദന ധർമ്മം എന്ന് പറഞ്ഞാല് ചോദനവും ചോദനത്തിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള പ്രവർത്തനാത്മകമായ ബന്ധം. ചോദനവും ചോദനത്തിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്? അതായത് ഉൽപ്പന്നത്തിന്റെ വില, വരുമാനം, മറ്റു അനുബന്ധ വസ്തുക്കളുടെ വില, അഭിരുചി തുടങ്ങിയവ. ചോദനത്തിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള പ്രവർത്തനാത്മകമായ ബന്ധമാണ് എന്തെന്ന് പറയുന്നത്? ചോദന ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് എന്താ പഠിച്ചത്? ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം. എന്താണ് ചോദന നിയമം? ആരാണ് കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷലാണ് കൊണ്ടുവന്നത്. മറ്റു ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ, ഉപഭോക്താവിന്റെ വരുമാനം, മറ്റു അനുബന്ധ വസ്തുക്കള്, ഫാഷൻ അല്ലെങ്കിൽ അഭിരുചി എന്നിവയെല്ലാം മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ചോദനവും വിലയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വിപരീത ദിശയിലായിരിക്കും. ചോദനവും വിലയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വിപരീത ദിശയിലായിരിക്കും. വില കൂടുമ്പോ ചോദനം കുറയും, വില കുറയുമ്പോ ചോദനം കൂടും. ഇതാണ് ചോദന നിയമം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ചോദന വക്രം ഇടത്തു നിന്നും വലത്തോട്ട് താഴോട്ട് ചെരിഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? 1 വിലപ്രഭാവം, 2 വരുമാന പ്രഭാവം, 3 എന്ന് പറയുന്നത് പ്രതിസ്ഥാപന പ്രഭാവം. വിലപ്രഭാവം എന്ന് പറഞ്ഞാൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് വിലപ്രഭാവം. വരുമാന പ്രഭാവം എന്ന് പറഞ്ഞാൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തിനും മാറ്റം ഉണ്ടാക്കുന്നു? ചോദനത്തിൽ മാറ്റം ഉണ്ടാകും. പ്രതിസ്ഥാപന പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് വെച്ചാൽ ഒരു സാധനത്തിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കില്ലേ? അപ്പൊ ഒരു സാധനത്തിന്റെ വില മറ്റൊരു സാധനത്തിന്റെ ഡിമാൻഡില് എഫക്ട് ഉണ്ടാക്കും. അതിനെയാണ് പ്രതിസ്ഥാപന പ്രഭാവം എന്ന് പറയുന്നത്. ഇനി പിന്നെ എന്താണ്? ചോദനത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. 1 ഉൽപ്പന്നത്തിന്റെ വില. ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറയുന്നത് ചോദനത്തിൽ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. വില കൂടുമ്പോ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോ ഡിമാൻഡ് കൂടും. അതേസമയം രണ്ടാമത്തെ ഘടകം ഫാക്ടർ എന്ന് പറയുന്നത് വരുമാനമാണ്. സാധാരണ വരുമാനവും ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനവും തമ്മിൽ ഒരു പോസിറ്റീവ് ബന്ധമാണ് ഉള്ളത്. വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു അല്ലെങ്കിൽ ചോദനം കൂടുന്നു. വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം കുറയുന്നു. ഇതാണ് സാധാരണ നിലവിലുള്ള സാഹചര്യം. പക്ഷേ ചില വസ്തുക്കളുടെ സ്വഭാവത്തിന്റെ മാറ്റം അനുസരിച്ച് സ്വഭാവത്തിനനുസരിച്ച് ഈ വരുമാനവും ചോദനവും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാവാം. അതിനുള്ള പ്രധാനപ്പെട്ട പലതരം വസ്തുക്കളുണ്ട്. ഒന്ന് സാധാരണ വസ്തുക്കൾ. സാധാരണ വസ്തുക്കളുടെ കാര്യത്തിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാല് നോർമൽ വരുമാനം കൂടുമ്പോ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഇതാണ് സാധാരണ വസ്തുക്കളുടെ കാര്യത്തിൽ. TV, റെഫ്രിജറേറ്റർ, വസ്ത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കളാണ് സാധാരണ വസ്തുക്കൾ എന്ന് പറയുന്നത്.
അതേസമയം രണ്ടാമത്തത് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ തരംതാണ വസ്തുക്കൾ, അതായത് വളരെയധികം മൂല്യം കുറവായിട്ടുള്ള വസ്തുക്കളാണ് തരംതാണ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാല് മണ്ണെണ്ണ സ്റ്റവ്, വിറക്, അതുപോലുള്ള സാധനങ്ങൾ. അത്തരം സാധനങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ വരുമാനം കൂടുമ്പോൾ കുറയുകയും വരുമാനം കുറയുമ്പോൾ കൂടുകയും ചെയ്യുന്നു. അതാണ് തരംതാഴ്ന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. അതേസമയം ആഡംബര വസ്തുക്കളുടെ കാര്യത്തില് വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അടുത്തത് ഡിമാൻഡ് നിശ്ചയിക്കുന്ന അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാല് മറ്റ് അനുബന്ധ വസ്തുക്കൾ. രണ്ടു തരം വസ്തുക്കളാണ് ഉള്ളത്. ഒന്ന് പ്രതിസ്ഥാപന വസ്തുക്കളും, രണ്ട് എന്ന് പറയുന്നത് പൂരക വസ്തുക്കളുമാണ്. ഒന്നിന് പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കാൻ സാധ്യമായ വസ്തുക്കളാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ. അതായത് ചായക്ക് വരും കോഫി, അതുപോലെ ഷൂന് വരും ചെരുപ്പ്, അങ്ങനെ നമ്മൾ ഒന്നിന് പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഉദാഹരണം, ചായയുടെ വില കൂടിയാല് എന്തിന്റെ ഡിമാൻഡ് കുറയും? ചായയുടെ വില കൂടിയാല് കോഫിയുടെ ഡിമാൻഡ് കൂടും. മനസ്സിലായി? ചായയുടെ വില കൂടിയാല് കോഫിയുടെ ഡിമാൻഡ്, നമ്മൾ കോഫിയിലേക്ക് മാറും. അതേസമയം കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കാറും പെട്രോളും. പെട്രോളിന്റെ വില കൂടിയാല് കാറിന്റെ വില, പെട്രോളിന്റെ വില കൂടുതലായാല് കാറിന്റെ ഡിമാൻഡ് കുറയും. അത്തരത്തിലുള്ള സാധനങ്ങളാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഫാഷൻ അഭിരുചി, ഇതൊരു ഘടകം കൂടിയാണ്. അതായത് നമുക്ക് എത്ര തന്നെ ഫാഷൻ ഉണ്ടെങ്കിലും നമ്മൾ അത് സാധനം വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കും. ഇത് നമ്മൾ ഇനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. രണ്ട് തരം മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് വക്രത്തിലൂടെയുള്ള മാറ്റം. രണ്ട് വക്രത്തിന്റെ ചാട്ടം. വക്രത്തിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത് വികാസം. അതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് സങ്കോചം. ഡിമാൻഡ് കർവിന്റെ വികാസവും സങ്കോചം. വക്രത്തിന്റെ ചാട്ടം എന്ന് പറയുന്നത് ഡിമാൻഡിന്റെ വർധനവും കുറവും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം. വക്രത്തിലൂടെയുള്ള മാറ്റം നോക്കൂ. എക്സ് ആക്സിസില് ക്വാണ്ടിറ്റി ഡിമാൻഡ്, വൈ ആക്സിസില് പ്രൈസ്. ഇതാണ് ഡിമാൻഡ് കർവ്. വില പിയിൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്നും Q1 ആയിട്ട് കൂടുന്നു. വില പിയിൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്നും Q1 ആയിട്ട്, അല്ലേ? ക്യൂവിൽ നിന്ന് ഇങ്ങോട്ട് നോക്കൂ, ക്വാണ്ടിറ്റി Q1 ആയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിമാൻഡ് താഴോട്ട് പോകുന്നതോറും ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? താഴോട്ട് പോകുന്നതോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയല്ലേ ചെയ്യുന്നത്. വില കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. അപ്പൊ താഴോട്ട് പോകുമ്പോഴാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നത്. വില പിയിൽ നിന്ന് P1 ആയിട്ട് പറഞ്ഞപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് വർദ്ധിച്ചു. പക്ഷെ ഡിമാൻഡ് കട താഴോട്ട് പോകുന്നതോറുമാണ് കൂടി 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 വരുന്നത്. അങ്ങനെ അതേസമയം പിയിൽ നിന്ന് P2 ആയിട്ട് വില കൂടിയെന്ന് വിചാരിക്കും. ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്നും Q2 ആയിട്ട് കുറഞ്ഞു. മുകളിലോട്ട് പോകുന്നതോറും ഡിമാൻഡ് കുറഞ്ഞാണ് വരുന്നത്. ഇതാണ് ഡിമാൻഡ് കർവിന്റെ വക്രത്തിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്. മറ്റ് ഘടകങ്ങൾ ഒഴികെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി
വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് മാത്രം, ഇവിടെ വിലയിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത്. മറ്റു ഘടകങ്ങളായിട്ടുള്ള ഡിമാൻഡ് സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളുണ്ടല്ലോ, വരുമാനം, അഭിരുചി, അത്തരം ഘടകങ്ങളല്ലാതെ അതൊക്കെ കോൺസ്റ്റന്റ് ആണ്, അത് മാറ്റമില്ല. വിലയിൽ മാത്രം മാറ്റം ഉണ്ടാവുകയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ക്വാണ്ടിറ്റി ഡിമാൻഡില് മാറ്റം ഉണ്ടാകുമ്പോ, വില കുറയുമ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുമ്പോ ഡിമാൻഡ് കർവ് താഴോട്ട് പോകുന്നു അല്ലെ. അതിനെയാണ് എന്താ പറയാ, ഡിമാൻഡ് കർവിന്റെ വികാസം എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഓഫ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവിന്റെ താഴോട്ടുള്ള നീക്കമാണ് വികാസം. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കർവ് എപ്പോഴും ഇങ്ങനെ താഴോട്ട് പോകുന്നതോറുമാണ് ഡിമാൻഡ് കൂടി 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 വരുന്നത്. ഡിമാൻഡ് കൂടി കൂടി വരുന്നു. മുകളിലോട്ട് പോകുന്നതോറും ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് Q ആണെങ്കിൽ Q1, Q2, Q3 താഴോട്ട് പോകുന്നതോറും കൂടും, മുകളിലോട്ട് പോകുന്നതോറും കുറയും. അപ്പോ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിനെ മാത്രം ആശ്രയിച്ച് മറ്റു ഘടകങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. വില മാത്രം ആശ്രയിച്ച് ഡിമാൻഡ് കർവ് താഴോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് അതിന്റെ വികാസം എന്നും മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് അതിന്റെ സങ്കോചം എന്നും പറയുന്നത്. വില കൂടുമ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയല്ലേ ചെയ്യുന്നത്. വില കൂടുമ്പോ പിയിൽ നിന്നും P2 ആയിട്ട് വില കൂടിയപ്പോ ക്യൂവിൽ നിന്നും Q2 ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. ഇങ്ങനെ വക്രത്തിലൂടെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു. വക്രത്തിലൂടെ താഴോട്ട് പോകുന്നതോറും ഡിമാൻഡ് കർവ് വികസിക്കുകയും മുകളിലോട്ട് പോകുന്നതോറും സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് വക്രത്തിലൂടെയുള്ള മാറ്റം. അത് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, വികാസവും സങ്കോചം. സിമ്പിൾ ആണ്. വില എന്ന ഘടകത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഡിമാൻഡ് കർവ് താഴോട്ട് മൂവ് ചെയ്യുന്നതിനെ ആ ചോദന വക്രത്തിന്റെ വികാസം എന്നും മുകളിലോട്ട് പോകുന്നതോറും ആ ചോദന വക്രത്തിന്റെ സങ്കോചം എന്നും പറയും. എപ്പോഴാണ് വികസിക്കുക? വികസിക്കുക പറഞ്ഞാൽ ഡിമാൻഡ് കൂടുക, വില കുറയുമ്പോൾ. എപ്പോഴാണ് സങ്കോചിക്കുക? സങ്കോചം എന്ന് പറഞ്ഞാല് ഡിമാൻഡ് കർവ് മുകളിലോട്ട് പോവാം, അതായത് വില കൂടുമ്പോൾ. അത് സങ്കോചം പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുക, വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഇതാണ് വക്രത്തിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇനി വക്രത്തിന്റെ ചാട്ടം, അതായത് വിലയല്ലാതെയുള്ള മറ്റു ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, വില കോൺസ്റ്റന്റ് ആണ്, മറ്റു ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഡിമാൻഡ് കർവ് വലത്തോട്ട്, നിലവിലുള്ള ചോദന വക്രത്തിന്റെ വലത്തോട്ട് ചാടുകയാണെങ്കിൽ ചോദനത്തിന്റെ വർധനമെന്നും, നിലവിലുള്ള ചോദന വക്രത്തിന് ഇടത്തോട്ട് ചാടുകയാണെങ്കിൽ ചോദനത്തിന്റെ കുറവ് എന്നും പറയുന്നു. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്, നല്ല ചൂടുള്ള സമയം. ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു ഘടകമാണ്. നല്ല ഈ ചൂടുള്ള സമയത്ത് നമ്മള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഐസ്ക്രീം, ജ്യൂസ് പോലുള്ള സാധനങ്ങളാണ്. ഈ ക്ലൈമറ്റ് ഒരു ഘടകമായതുകൊണ്ട് ഐസ്ക്രീം, ജ്യൂസ് പോലുള്ളതൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആയതുകൊണ്ട് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഇത്തരം സാധനങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ വിലയൊന്നും നമ്മൾ നോക്കില്ല. ഈ ക്ലൈമറ്റ് ഒരു ഘടകമായതുകൊണ്ട് വില നോക്കാതെ നമ്മൾ അത് എത്ര വേണമെങ്കിലും വാങ്ങിച്ചു കുടിക്കാൻ തയ്യാറാവും. അപ്പോൾ ഇത്തരം ഐസ്ക്രീം, അതുപോലെ തന്നെ ജ്യൂസ് പോലുള്ള സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. വിലയല്ലാതെയുള്ള ക്ലൈമറ്റ്, അഭിരുചി തുടങ്ങിയ ഘടകങ്ങൾ കാരണം ഇത്തരം സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. വേറൊരു കാരണം എന്താണ്? ഉദാഹരണമായിട്ട് മഴക്കാലം എന്ന് പറയുന്നത് മഴ കൂടുതലുള്ള സമയമാണ്. റെയിൻകോട്ടിനും അംബ്രല്ല, കൊടക്കൊക്കെ ഡിമാൻഡ് കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ പൈസയൊന്നും നോക്കില്ല. അത്തരം ക്ലൈമറ്റ് കാരണം എന്തും വാങ്ങിക്കാൻ തയ്യാറാവും. പിന്നെ അഭിരുചി, നമുക്ക് ചില സാധനങ്ങളുടെ പ്രത്യേക ഇഷ്ടമാണ്. സിനിമ കണ്ടിട്ട് അത്തരം സാധനങ്ങളുടെ ഫാഷൻ അഭിരുചിക്ക് കാരണം ആ സാധനം എത്ര വിലയാണെങ്കിലും നമ്മൾ വാങ്ങിക്കാനായിട്ട് തയ്യാറാവും. അതുകൊണ്ട് അത്തരം സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. അതേസമയം മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ അത്തരം സാധനങ്ങളുടെ ഡിമാൻഡ് മഴക്കാലത്ത് കുറയും. അപ്പൊ വിലയല്ലാതെയുള്ള മറ്റു ഘടകങ്ങളായ ക്ലൈമറ്റ്, അഭിരുചി, വരുമാനം ഒരു ഘടകമാണ്. വരുമാനം കൂടുകയാണെങ്കിൽ വില നോക്കാതെ നമ്മൾ എന്ത് വാങ്ങിക്കും? വരുമാനം കുറഞ്ഞാലോ എത്ര വില കമ്മിയാലും നമ്മളത് വാങ്ങിക്കില്ല. അപ്പൊ വരുമാനം ഒരു ഘടകമാണ്. അപ്പോ അങ്ങനെയുള്ള വിലയല്ലാതെ മറ്റു ഘടകങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോ അതായത് ഡിമാൻഡ് കർവ് വലത്തോട്ട് ചാടുകയാണെങ്കിൽ വർധനവും ഇടത്തോട്ട് ചാടുകയാണെങ്കിൽ കുറവുമാണ്. നോക്കൂ, ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രൈസ്. വിലയിൽ മാറ്റമില്ല.
ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്നും Q1 ആയിട്ട് കൂടുന്നു. അപ്പോ പുതിയ ഡിമാൻഡ് കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും, D1 ആയിട്ട്. അതേസമയം വിലയിൽ മാറ്റമില്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചിലപ്പോൾ കുറയും. ഡിമാൻഡ് കർവ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, Q2 ആയിട്ട്. ഇതിനെയാണ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന വർധനവെന്നും ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറവ് എന്നും പറയുന്നത്. ഇതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. അപ്പൊ ചേഞ്ചസ് ഇൻ ഡിമാൻഡിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് വക്രത്തിലൂടെയുള്ള മാറ്റം, രണ്ട് വക്രത്തിന്റെ ചാട്ടം. വക്രത്തിലുള്ള മാറ്റത്തിനെ രണ്ടായിട്ട് തരംതിരിക്കും. വികാസം, സങ്കോചം. വക്രത്തിന്റെ ചാട്ടത്തിനെ വർധനവും, ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന വർധനവും ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന കുറവും. ഡിമാൻഡ് ഉണ്ടാകുന്ന വർധനവും കുറവും. വികാസം എന്ന് പറഞ്ഞാല് വിലയെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിലെ മാറ്റം ഉണ്ടാകുന്ന, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് താഴോട്ട് പോവുകയാണെങ്കിൽ അതിനെ വികാസം എന്ന് പറയുന്നു. അതായത് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഒരേ വക്രത്തിലൂടെ താഴോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വികാസം എന്നും, മുകളിലോട്ടാണ് അത് പോകുന്നതെങ്കിൽ അതിനെ സങ്കോചം എന്നും പറയുന്നു. അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അതേസമയം വർധനവ് എന്ന് പറയുന്നത് വിലയില്ലാതെ മറ്റു ഘടകങ്ങൾ, അഭിരുചി, വരുമാനം തുടങ്ങിയ മറ്റു ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വില മാറ്റമില്ല, വലത്തോട്ട് നിലവിലുള്ള ഡിമാൻഡ് കർവിന് വലത്തോട്ട് ചാടുന്നതിനെ വർധനവെന്നും ഇടത്തോട്ട് ചാടുന്നതിനെ കുറവ് എന്നും പറയും.